ാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി മടങ്ങാനിരിക്കുകയായിരുന്നു. അടുത്ത ഷെഡ്യൂൾ അടുത്ത 4-ാം തീയതിയാണ് ആരംഭിക്കാനിരുന്നത്. അദ്ദേഹം ചെക്കൗട്ടായി വരാത്തതിനെ തുടർന്ന് ഹോട്ടൽ മുറിയിലേക്ക് എത്തി പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹത്തെ കുഴഞ്ഞു വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടനെ തന്നെ തൊട്ടടുത്ത് മീറ്ററുകൾ മാത്രം അപ്പുറമുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ സിനിമാ രംഗത്തെ പ്രധാനപ്പെട്ടവരെല്ലാം, പ്രത്യേകിച്ചും കലാഭവൻ നവാസ് നമുക്കറിയാം, മിമിക്രിയിലൂടെ സിനിമാ രംഗത്തെത്തിയതാണ്. ഒട്ടേറെ സൗഹൃദങ്ങളുള്ള ആളാണ്. സ്റ്റേജ് ഷോകളിലും മിമിക്രി പരിപാടികളിലും റിയാലിറ്റി ഷോകളിലും സിനിമകളിലും ഒക്കെ അങ്ങനെ ഈ വിനോദ മേഖലയിലെ എല്ലാ ഇടങ്ങളിലും തൻ്റേതായ സാന്നിധ്യം കൃത്യമായി അറിയിച്ച് മുന്നോട്ട് പോയ ഒരു കലാകാരനാണ്. 51 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വളരെ ഞെട്ടിപ്പിക്കുന്ന നേരത്തെ നാദൃശ്യമൊക്കെ നമ്മളോട് വളരെ സങ്കടത്തോടെയാണ്, വളരെ വൈകാരികമായി തന്നെയാണ് സംസാരിച്ചവർക്ക് കൂടുതൽ സംസാരിക്കാൻ പോലും കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. ഏറ്റവും അപ്രതീക്ഷിതമാണ്. കാരണം അത്രയേറെ ആരോഗ്യ ശ്രദ്ധയൊക്കെ പുലർത്തുന്ന ഒരാളായിരുന്നു നവാസ് എന്നാണ് നേരത്തെ നാദൃശ പറഞ്ഞത്.